എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ സി പാസ് അഡ്മിഷനുള്ള അപേക്ഷകൾ നാളെ മുതൽ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സി പാസ് വഴി ഈ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളായിട്ടുള്ള BSc നഴ്സിംഗ്, BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, അതുപോലെ തന്നെ BSc മെഡിക്കൽ മൈക്രോബയോളജി, അതുപോലെ ബി ഫാം ലാറ്ററൽ എൻട്രി എന്നിങ്ങനെയുള്ള കോഴ്സുകളിലേക്കാണ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോഴ്സുകളിലേക്കുള്ള അപേക്ഷകളാണ് നാളെ ആരംഭിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള അപേക്ഷകൾ, അതായത് മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്കാണ് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ സി പാസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്നുള്ളതിൻ്റെ ആ ഒരു ചുരുക്ക രൂപമാണ് സി പാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രോഗ്രാംസ് എന്നുള്ളതിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, അതായത് SME എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാം, അതുപോലെ PG കോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ BSc നഴ്സിംഗ്, അതുപോലെ തന്നെ ഈ ഒരു BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, BSc ഫിസിയോതെറാപ്പി, അതുപോലെ BSc മെഡിക്കൽ മൈക്രോബയോളജി, ബി ഫാം ലാറ്ററൽ എൻട്രി എന്നിങ്ങനെയുള്ള കോഴ്സുകളിലേക്കാണ് ഈ ഒരു സി പാസ് വഴി നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുക. BSc നഴ്സിംഗ് കോളേജുകൾ ഇപ്പോൾ പറയുന്നതാണ്, അതായത് ഈ ഒരു ഗാന്ധിനഗർ, അതുപോലെ മണിമലക്കുന്ന്, അതുപോലെ നെടുംകണ്ടം, അതുപോലെ തന്നെ പാല, അതുപോലെ തന്നെ പത്തനംതിട്ട, അതുപോലെ തന്നെ പുതുപ്പള്ളി എന്നിവിടങ്ങളിലുള്ള ഈ ഒരു സി പാസിൻ്റെ കോളേജുകളിലേക്കാണ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കുക. 50% സീറ്റ് LBS വഴിയാണ് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അതിൽ ബാക്കിയുള്ള 50% സീറ്റ് മാനേജ്മെൻറ്റ് സീറ്റാണ്. അപ്പോൾ ആ ഒരു മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണ് വിദ്യാർത്ഥികൾക്ക് ഇതുവഴി ഈ ഒരു സി പാസ് വെബ്സൈറ്റ് വഴി അതായത് അഡ്മിഷൻ കിട്ടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു LBS വഴി അപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് ഫീസ് വരുന്നത്, അതായത് അഡ്മിഷൻ ഫീസ് വരുന്നത്, ആ ഒരു ഫീസ് മാത്രമേ ഇതുവഴിയും ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീസ് വരികയുള്ളൂ. അതായത് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ വരുന്ന ഫീസാണ് ഇതുവഴി അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് നാളെ മുതൽ നൽകാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ, അതായത് ഹോം പേജിൽ തന്നെ അപ്ലൈ നൗ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷകൾ നിങ്ങൾക്ക് നാളെ മുതലാണ് നൽകാനായിട്ട് സാധിക്കുക. സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾക്ക് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന ഫീസ് ഏകദേശം 1 ലക്ഷം രൂപയ്ക്കടുത്താണ് ഫീസ് വരിക. അതിനോടൊപ്പം നിങ്ങളുടെ മറ്റ് അഡ്മിഷൻ, അതുപോലെ തന്നെ ഈ ഒരു കോഷൻ ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ യൂണിഫോം, ഇതുപോലുള്ളവയുടെ ചിലവൊക്കെ ടോട്ടൽ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 1.25 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ചിലവാകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നാളെ മുതൽ നൽകാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരപ്രകാരം നിങ്ങൾക്ക് നാളെ മുതൽ ഈ ഒരു സി പാസിലേക്കുള്ള അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു LBSന് അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമുള്ള ആ ഒരു സെയിം ഫീസ് തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകുന്നതിനും ആവശ്യമായിട്ട് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.